റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് കഴിവിൻ്റെ പരമാവധി ഭക്തനായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആത്മാർത്ഥമായി എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടവൻ്റെ ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലം വിലങ്ങുകൾ പൊട്ടിയ സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടമാണ്. അനാചാരങ്ങളൊക്കെ സമൂഹത്തിൽ സമൂഹ പുരോഗതിയായിക്കൊണ്ട് വിളിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ്. ധർമ്മം എന്ന് പറയുന്നത് അനുയോജ്യമല്ല എന്ന് കേൾക്കുന്ന കാലഘട്ടത്തിലാണ്. ഈ കാലത്ത് സത്യം മൂടിക്കെട്ടി കള്ളമലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ലോകം. അതുകൊണ്ട് തന്നെ ഖുതുബയുടെ വേദികൾ സത്യത്തിൻ്റെ വിളിച്ചുപറയലുകളാകണമെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവവും. നമ്മൾക്ക് അത്ഭുതം തോന്നുന്ന, ആശ്ചര്യമൂറുന്ന, ഏറെ വേദനാജനകമായ കുറേ സാഹചര്യങ്ങൾ നമ്മൾ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അള്ളാഹുവിനെ മറന്ന് ആഘോഷങ്ങളുടെ പിറകെ ജീവിതത്തെ തേടിക്കൊണ്ടിരിക്കുന്നു. ജീവിതമുടനീളം ഫെസ്റ്റിവലാക്കി മാറ്റണമെന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവരെ മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുജാദിലയുടെ 19-ാമത്തെ സൂക്തത്തിൽ അല്ലാഹ് പറയുന്നത്, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ, പിശാച് അവരെ കീഴടക്കി വെക്കുകയും ഫൻസാഹും ദിക്റല്ലാഹ്, അങ്ങനെ അള്ളാഹുവെ പറ്റിയുള്ള ഉത്ബോധനം അവർക്ക് വിസ്മരിപ്പിച്ച് കളയുകയും ചെയ്തിരിക്കുന്നു. ഉലായിക ഹിസ്ബു ശൈത്വാൻ, അവർ പിശാചിൻ്റെ കൂട്ടാളികളാണ്, അവർ പിശാചിൻ്റെ കക്ഷികളാണ്. അലാ, നിങ്ങൾ അറിയണം, ഇന്ന ഹിസ്ബ ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ, തീർച്ചയായും പിശാചിൻ്റെ കക്ഷിക്കാർ നഷ്ടക്കാരു തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതിഗൗരവമായ ഒരു ആലോചനയാണ്, ഒരു ചിന്തയാണ് പങ്കുവെക്കാനുള്ളത്. ആത്മാർത്ഥമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ് സമഅ വഹുവ ഷഹീദ്, ഹൃദയമുള്ളവനായിരിക്കുകയോ മനസാന്നിധ്യത്തോടു കൂടി ചെവി കൊടുത്ത് കേൾക്കുകയോ ചെയ്തവന് തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ഉത്ബോധനങ്ങൾ ഉണ്ട് എന്നതാണ്. നമ്മൾ അതിഗൗരവമായിട്ട് ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്, നമ്മൾ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള പൂർണ്ണമായ സമർപ്പണ മനോഭാവം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാനും നരകത്തിന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും സാധ്യമാകൂ എന്ന തിരിച്ചറിവുകൾ നമ്മൾക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആദ്യമായി നമ്മിൽ ഉണ്ടാകേണ്ടത് മതം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ദീൻ നമ്മുടെ ജീവിതത്തിന്റെ സകലമാന മേഖലകളെയും സ്പർശിക്കണം. ചില ആളുകൾ പറയും, ദീൻ എന്ന് പറഞ്ഞാൽ അത് പള്ളിക്ക മതി, ദീൻ എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ മതി, അത് ജീവിതത്തിൽ പൊതുരംഗത്തൊന്നും കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യകതയുമില്ല എന്ന് പറയുന്ന മനുഷ്യരെ കൊണ്ട് പടച്ചറബ് പറയിപ്പിക്കുന്ന ഒരു വർത്തമാനമുണ്ട്. കുൽ, നീ പറയണം, നീ പ്രഖ്യാപിക്കണം, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ ബലികർമ്മം, വമഹിയായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങൾ രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് പറയുന്ന മുസ്ലിം, ആ മുസ്ലിമിന്റെ ജീവിതത്തിൽ മതം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട് മാത്രം ചേർന്ന് നിൽക്കേണ്ട ഒന്നല്ല എന്നും അത് ജീവിതത്തിന്റെ തന്നെ ആധാരമാണ് എന്ന തിരിച്ചറിവുകൾ നമ്മൾക്കുണ്ടാകലുമാണ് വേണ്ടത്. പക്ഷേ ഈ പുതിയ കാലങ്ങളിൽ ചില മനുഷ്യർക്കൊക്കെ ഇസ്ലാമിക ഐഡന്റിറ്റികൾ വെളിപ്പെടുത്താൻ ഭയങ്കര ലജ്ജയാണ്. ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ മടിയാണ്. മറ്റുള്ളവരെ അനുകരിക്കുന്ന വിഷയത്തെ ആൾക്ക് അഭിമാനബോധമാണ്. ഇന്നത്തെ യുവതലമുറയിൽ ബഹുഭൂരിഭാഗവും മുസ്ലിമാണ് എന്ന് പറയാൻ തന്നെ മടിയാണ്. ഞാൻ ആരാന്ന് ചോദിച്ചാൽ, ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ മുസ്ലിമാണ് എന്നൊന്നല്ല. എന്തിനാണ് മതം പറയുന്നത്? മനുഷ്യനായി കാണൂ.
മതം പഠിപ്പിച്ച മനുഷ്യത്വത്തിന്റെ ഗുണങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച മനുഷ്യത്വത്തിന്റെ നന്മകൾ മറ്റേതു ദർശനങ്ങളാണ്, മറ്റേത് ഐഡിയോളജികളാണ് ഈ ലോകത്തിന് സമർപ്പിച്ചത്? ഞാൻ എങ്ങനെ പള്ളിയിൽ ഇരിക്കണമെന്ന് പഠിപ്പിച്ചത് എൻ്റെ മതമാണ്. എൻ്റെ ഇടതുകൈ പിറകിലെ കുത്തി ഇരിക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ചത് എൻ്റെ മതമാണ്. ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് പഠിപ്പിച്ചത് എൻ്റെ മതമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് സംസാരിക്കണമെന്ന് സംസാരിക്കണ്ട എന്ന് പഠിപ്പിച്ചത് എൻ്റെ മതമാണ്. എൻ്റെ പെരുമാറ്റം, ജീവിതം, സ്വഭാവം, രീതികൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ എല്ലാം എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചത് എൻ്റെ മതമാണ്. എങ്കിൽ അഭിമാന ബോധത്തോടു കൂടി പറയാൻ പറ്റുമോ ഞാൻ നല്ലൊരു മുസ്ലിമാണ് എന്ന്? നല്ലൊരു മുസ്ലിം എന്നാൽ നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ഓർക്കാതെ പോകുന്ന വിഷയം വലില്ലാഹിൽ ഇസ്സ, അല്ലാഹുവിനാണ് മഹത്വം, അല്ലാഹുവിനാണ് പ്രതാപം, വലി റസൂലിഹി, അവന്റെ പ്രവാചകനാണ് മഹത്വം, വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുമാണ് മഹത്വം. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ എന്താ ദൗർബല്യം കാണിക്കണേ? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, സങ്കടപ്പെടുന്നതിനാ? അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതർ. നിങ്ങളുടെ അത്ര ഈ ദുനിയാവിൽ ആരുമില്ല. ഹിജാബ് ധരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ 6-ാം നൂറ്റാണ്ടുകാരി എന്ന് ചാപ്പ കുത്തുന്നവർ, ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിക്കുന്ന ആൺകുട്ടികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമായി നമസ്കരിക്കുന്ന ആൺകുട്ടികളെ കാണുമ്പോൾ അവൻ എക്സ്ട്രീമിസ്റ്റ് ആണ് എന്ന് ആക്ഷേപിക്കുന്നവർ, പരിഹസിക്കുന്നവർ, താടി വെച്ചവനെ കാണുമ്പോൾ, മീശ ചെറുതാക്കിയവനെ കാണുമ്പോൾ, ദീനിയായി ജീവിക്കുന്നവനെ കാണുമ്പോൾ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മനുഷ്യർ. ചില ആളുകൾ പറയും, ഇങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിനെ ഇങ്ങനെ തീവ്രവാദമായി ചിത്രീകരിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ താടിയൊക്കെ വെച്ച് അടക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ താടി പഠിച്ച കാരണം കൊണ്ട് എത്ര ഇസ്ലാമൊക്കെ ആകട്ടരായത്? വെറുതെ ഗൗരവത്തിൽ ആലോചിക്കും. നമ്മുടെ താടി ഇല്ല എന്ന് കരുതി ഇസ്ലാമിനെ മനോഹരമായി ധരിച്ച എത്ര മനുഷ്യരെ നമ്മൾക്കറിയാം. ഇസ്ലാമിന്റെ ഇസ്സത്തിനെ, ഇസ്ലാമിന്റെ ഷആറുകൾ, അടയാളങ്ങളെ, ചിഹ്നങ്ങളെ നമ്മൾക്ക് മോശമായി കാണാൻ തുടങ്ങിയാൽ നമ്മളെ വിശ്വാസികൾ ഔട്ടാ. ബദഅൽ ഇസ്ലാം ഗരീബ, ഇസ്ലാം അന്യമായിക്കൊണ്ട്, ഇസ്ലാം ആരംഭിച്ചപ്പോൾ അന്യമാണ്. വസയഊദു ഗരീബൻ കമാ ബദഅ, അത് എങ്ങനെയാണോ ആരംഭിച്ച അതേ അവസ്ഥയിലേക്ക് തിരിച്ചെത്തും. ഫതൂബാ ലിൽ ഉറബ, അന്ന് അന്യരായവർക്ക് മംഗളം, അവർക്ക് ഭാഗ്യം. അതിനാൽ അന്യനായി, കൂട്ടത്തിൽപ്പെടാത്തവനായി, നമ്മളെ വേറെ ഗ്രഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരായി മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾക്കതിൽ യാതൊരു അപമാനബോധവും അപകർഷതാബോധവും വരേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിച്ചു മതം. പിന്നെയോ നമ്മൾക്കതിൽ മഹത്വമുണ്ട് എന്ന് തിരിച്ചറിയണമെന്ന് പഠിപ്പിച്ചു. എന്തിനാ കളിയാക്കണേ? ഇന്നലെ വരെ സിനിമക്കൊപ്പം വന്നോ, ഇന്ന് വരുന്നില്ല, എന്തേ? ഓ നന്നായി, അപ്പൊ എന്തേ ബാക്കിയുള്ള കളിയാക്ക? എന്തേ? ഇവനെ കൊണ്ട് പറ്റണ്ടേ? ഇപ്പൊ കുറെ കാലമായി നിർത്താൻ കരുതി. നമ്മളെ കൊണ്ട് പിശാചിന്റെ വഴികൾ അതിഗൗരവമാണ്. സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളെന്ന് പറഞ്ഞാൽ, സ്വന്തത്തോട് പറയുന്ന ഏറ്റവും വലിയ നുണ എന്ന് പറഞ്ഞാൽ, നാളെ നന്നാവും, ഒരു ദിവസം ഞാൻ അത് അവസാനിപ്പിക്കും. എത്ര പേര് അവസാനിപ്പിച്ചു പ്രിയരെ? തോന്നിവാസ വീഡിയോകൾ കടിമപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞ് അവസാനിപ്പിക്കും. എത്ര പേര് അവസാനിപ്പിച്ചു? ഒന്നും മധുരം നുണയാൻ വേണ്ടി മാത്രമാണ് ലഹരി എന്ന് ആദ്യമായി നുകർന്നവൻ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കും. എത്ര പേർ അവസാനിപ്പിച്ചു? തന്റെ ഏതോ ഒരു അത്യാവശ്യ കാര്യം നടക്കാൻ വേണ്ടി മാത്രം കൈക്കൂലിയെ സമീപിച്ച മനുഷ്യൻ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കും. എത്ര പേർ അവസാനിപ്പിച്ചു? ആദ്യമായി സിനിമാ തിയേറ്റർ രസമൊന്നും അറിയാൻ വേണ്ടി കയറിയ മനുഷ്യൻ എത്ര പേര് സിനിമാ തിയേറ്റർ അവസാനിപ്പിച്ചു? നമ്മൾക്ക് തോന്നുക ഒക്കെ നിർത്തും, ഒക്കെ അവസാനിപ്പിക്കും. എന്നിട്ട് പറ്റൂനെ കാണുമ്പോഴോ നമുക്ക് ഇടങ്ങേറായി, പ്രയാസായി. ഇനിയിപ്പോ എന്നോട് 10 പൈസ മതി, ഇജ് നന്നായി, ഇജ് ഉഷാറായി, ഇനിയിപ്പോ എൻ്റെ ഒപ്പം നടന്ന് നമ്മൾ നന്നാവുകാരം എന്ന കളിയാക്കലും ആക്ഷേപവും കുത്തുവാക്കും എത്ര പേര് കേൾക്കുന്നു? എന്നിട്ട് ഈ കുത്തി പറയുന്ന മനുഷ്യന്മാർ നാളെ പരലോകത്ത് വരും. എന്നിട്ട് അവര് പറയും, എന്റെ കഷ്ടമേ എന്നവർ പറയും. അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ടതിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ. ഞാൻ കളിയാക്കുന്നവരെ കൂട്ടത്തിൽ തന്നെ ആയിപ്പോയല്ലോ. നാളെ നമ്മളിങ്ങനെ പരലോകത്ത് വരും. എങ്ങനെ? നമ്മുടെ കക്ഷികളൊക്കെ ഒപ്പം ഉണ്ടാവുമോ? പള്ളിക്കത്ത് ഇമാമൊപ്പം ഉണ്ടോ? ഖതീബ് ഒപ്പം ഉണ്ടോ? ഏതെങ്കിലും അയിമത്തുൽ അർബ ഇമാമിങ്ങൾ കൂടെ ഉണ്ടോ? ആരുമില്ല. നമ്മുടെ കക്ഷി രാഷ്ട്രീയങ്ങളും എല്ലാം ഒന്നുമില്ല. ഒരു ആധിപത്യവും നമ്മുടെ കൂടെയുള്ള ഭരണാധികാരും നമ്മുടെ കൂടെയുള്ള അണികളും ആരുമില്ല. ഒറ്റക്കൊറ്റക്ക് വലക്കത്ത് ജിത്തുമൂന ഫുറാദ, അള്ളാഹ് ഒറ്റക്കണ് കൊണ്ടുവരും. കമാ ഖലഖനാകും അവ്വല മറ, എങ്ങനെയാണോ നമ്മൾ സൃഷ്ടിച്ച് അങ്ങനെ പടച്ചോൻ കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹ് പറയാ, വതറക്തും മാ ഖവൽനാകും വറാ ളുഹൂരിക്കും, നിങ്ങൾക്ക് നാം മദീനപ്പെടുത്തി തന്നതെല്ലാം നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ വിട്ടേച്ചു പോന്നു. ഒന്നുമില്ലട്ടോ ഒപ്പം, ആരുമില്ലട്ടോ കൂടെ, ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. പലതിനും കൂടെ പലരും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ ആരും കൂടല്ല. വമാ നറാ മഅകും ശുഫആഉകും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ,
എന്നിൽ പങ്ക് ചേർത്ത കുറെ ഉണ്ടായിരുന്നല്ലോ. അല്ലാഹ് പറയും, എന്റെ കൂടെ പങ്ക് ചേർത്തിനല്ലോ, പലതും വിളിച്ചു പ്രാർത്ഥിച്ചിനല്ലോ, നിങ്ങൾ ജൽപ്പിച്ചിരുന്ന നിങ്ങളുടെ ആ ശുപാർശക്കാരെ ഒന്നും നിങ്ങളുടെ കൂടെ കാണുകയില്ല. എന്നിട്ട് അല്ലാഹ് പറയും, ലഖദ് തഖത്തഅ ബൈനക്കും, നിങ്ങൾ തമ്മിലുള്ള ബന്ധം കറ്റുപോയി, ഇനി ആരും നിങ്ങളെ ഒപ്പല്ല, ഒറ്റക്കാട്ടോ. വദല്ല അൻകും മാ കുൻതും തസ്ഉമൂൻ, നിങ്ങൾ ജൽപ്പിച്ചിരുന്നതെല്ലാം നിങ്ങളെ വിട്ടേച്ചു പോവുകയും ചെയ്തു. പറഞ്ഞു വന്നത്, നമ്മൾ ഏതു തിന്മയിലേക്ക് പോകുമ്പോഴും അതിഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയം, നാളെ പടച്ച റബ്ബിന് മുന്നിൽ ഒറ്റക്ക് വെക്കേണ്ടി വരും. ഒറ്റക്ക് നാം ചെയ്ത ആഭാസങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും പടച്ചോനമ്പിൽ ആയത്തും ഹദീസും വെച്ച് നമ്മൾ തെളിവ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലാഹ് ചോദിക്കും, എവിടുന്ന് കിട്ടി ഈ തോന്നിവാസങ്ങൾക്ക് തെളിവ്? ആരാണ് നിങ്ങൾക്ക് ഈ തോന്നിവാസങ്ങൾക്ക് അനുവാദം തന്നത്? ചില ആൾക്കാർ പറയും, ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ചെയ്തേ. വളരെ ആത്മാർത്ഥമായിട്ടൊരാൾ പ്രണയിച്ചാൽ ആ പ്രണയം ഹലാലാകോ ഇസ്ലാമിൽ? വളരെ ആത്മാർത്ഥമായ ബിസ്മി ചൊല്ലിയാൽ, ആ ബിസ്മി ചൊല്ലി കള്ള് കുടിച്ചാൽ കള്ള് ഇസ്ലാമിൽ ഹലാലാകോ? നാട്ടിൽ എല്ലാ മനുഷ്യരും ഒരേ തോന്നിവാസം ഒരുമിച്ച് ചെയ്താൽ അള്ളാഹ് ആ കാരണം കൊണ്ട് ആ തോന്നിവാസം ഹലാലാക്കി തരും? ഇല്ലല്ലോ. അള്ളാഹുവിന്റെ ദീനിൽ ഒരു മാറ്റം വരുത്താൻ മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, അയാൾക്ക് അനുവാദമേ ഇല്ല. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും യുവതികളും സ്ത്രീകളും യുവാക്കളും നടുറോഡ് DJ വെച്ച് നൃത്തം വെച്ച് തോന്നിവാസങ്ങൾക്ക് ആഭാസങ്ങൾക്ക് മുമ്പിൽ നിന്നും അധികം മുസ്ലിം ഉമ്മത്തിലെ മനുഷ്യരാ. വിജയാഹ്ലാദത്തിന്റെ പേരിൽ രാത്രികളിൽ നടുറോട്ടിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് ഇസ്ലാമിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയൂല. ഇസ്ലാം ഒരിക്കലും അതിനെ നീതീകരിക്കൂല. ലിബറലിസത്തിന്റെ പിടിയിലകപ്പെട്ട ആധുനിക സ്ത്രീത്വത്തോടൊപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ ഉമ്മമാരും മക്കളും പെങ്ങന്മാരും ഭാര്യമാരും പെട്ടുപോയി എന്നത് എത്രമേൽ സങ്കടകരമായ വാർത്തയാണ് എന്ന് ഗൗരവത്തിലൊന്ന് ആലോചിക്കി. അത് വിജയത്തിന്റെ ആഘോഷേനി അല്ല, വൻ പരാജയത്തിന്റെ, മൂല്യങ്ങളുടെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ, ആത്മീയതയുടെ തകർച്ചയുടെ പരാജയത്തിന്റെ ആഘോഷമാണ് നമ്മുടെയൊക്കെ വീട്ടിലെ ഉമ്മാരും പെങ്ങന്മാരും കാട്ടിക്കൂട്ടി. ആണിന് DJ കളിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല, ആർക്കില്ല. പച്ചയായ തോന്നിവാസം. ഇന്നല്ലാഹ ലാ യുഅയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഅയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹത്തിന്റെ അവസ്ഥ അവർ തന്നെ മാറ്റിയില്ലെങ്കിൽ പടച്ചോ മാറ്റൂല എന്ന് പറഞ്ഞു. സ്വന്തത്തിന് സ്വയം മാറ്റത്തിന് വിധേയനാകാത്ത ഒരാളെ അല്ലാഹ് മാറ്റൂല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്തിന്? തോന്നിവാസങ്ങൾക്കോ അശ്ലീലതകൾ ചെയ്യുവാനോ അതിരുകൾ തകർക്കാനോ അല്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉത്തരവാദിത്തം അറിഞ്ഞത് നിറവേറ്റലാണ്. എന്നാ വഴികളിൽ ചിരിച്ചു കളിച്ചു നടന്ന മനുഷ്യരെ നിങ്ങൾ അറിയണം, ആ വഴികളിലേക്ക് നിങ്ങൾ കൊണ്ടുവരപ്പെടും. നിങ്ങൾ ചലിക്കാതെ ആറുകാല കട്ടില്ലേന്ന് നിങ്ങൾ ആ വഴിയിലൂടെ സഞ്ചരിക്കും. നിങ്ങൾ ചിരിച്ച് നിമിർത്ത് നിന്ന വഴികളിലേക്ക് മനുഷ്യർ നിങ്ങളെ കൊണ്ടുവരും. അന്ന് കൂടെയുള്ളവർ വിലപിക്കുമായിരിക്കും. ആ വിലാപങ്ങളൊക്കെ വെറും പരിഹാസങ്ങളായിരിക്കും. ഇന്നലെ തുള്ളിയോൻ എന്നത് അവിടെ അങ്ങനെ മരിച്ചു കിടക്കണേ എന്ന വർത്തമാനങ്ങൾ. ഇസ്ലാം സ്ത്രീയെ മാതാവായി, മകളായി, സഹോദരിയായി, ഭാര്യയായിട്ട് ഉയർത്തി. എന്നാൽ ലിബറൽ സ്വാതന്ത്ര്യമോ അവളെ വസ്തുവായി തകർത്തു. എല്ലാത്തിനും സ്ത്രീയെ പ്രദർശിപ്പിക്കുന്ന ലോകത്ത് നമ്മൾ ഒരു ടയറിന്റെ കമ്പനിന്റെ പരസ്യത്തിന് സ്ത്രീ ഉണ്ടാവും. ലജ്ജ പോയ മനുഷ്യരായി മാറി നമ്മൾ. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. പക്ഷേ ഈ ഉമ്മത്തിന് ലജ്ജ പോയി. ലജ്ജയില്ലാത്ത സമൂഹമായി നമ്മൾ മാറുകയാണ്. സ്ത്രീത്വം എന്ന മഹത്വം നമ്മൾ മറന്ന് സമൂഹത്തിന്റെ ക്ലിക്കുകൾക്കും ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി നമ്മൾ അഭിരമിക്കാൻ തുടങ്ങി. ഭാവിയിലെ ഉമ്മമാരാകേണ്ടവർ, ഭാര്യമാരാകേണ്ടവർ, ഈ ഉമ്മത്തിനെ തലമുറയെ നേരായ വഴിയിലേക്ക് നടത്തേണ്ടവർ. ഇദാ സ്വലഹത്തിൽ മർഅതു സ്വലഹൽ ബൈത്ത്. ഒരു സ്ത്രീ നന്നായാൽ ആ വീട് നന്നായി. വൈദാ ഫസദ, അവൾ കേടുവന്നാൽ ഫസദൽ ബൈത്ത്, ആ കുടുംബം തന്നെ കേടുവന്നു. റോൾ മോഡലാകേണ്ട സ്ത്രീകൾ റോഡ് മോഡലാകുന്ന ഒരു കാലഘട്ടം. ഇസ്ലാം സ്ത്രീയെ വളർത്തുമ്പോൾ സമൂഹം അവരെ താഴ്ത്തിക്കെട്ടുന്നു. നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരലാണ്. ഈ സംഗീതത്തിന്റെയും തോന്നിവാസങ്ങളുടെയും മുമ്പിൽ അഭിരമിക്കേണ്ടവരല്ല. വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ, ദീനിന്റെ മുമ്പിൽ മനോഹരമായ ജീവിതം സമർപ്പിക്കേണ്ടവരാണ് എന്ന് പഠിപ്പിക്കേണ്ടവർ. പ്രിയപ്പെട്ടവരെ, രണ്ടാളുകളാണ് നമ്മളെ പ്രധാനമായിട്ടും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉപദേശിക്കാം. രണ്ടു ആളുകൾ. അതിൽ ഒന്നാമത്തത് പടച്ച റബ്ബാണ്. അള്ളാഹു നമ്മളെ വിളിക്കുക, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ നമ്മളോ ആ പറയുന്ന വിഷയത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ, വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അള്ളാഹു നമ്മളെ സമാധാനത്തൊക്കെ വിളിക്കണേ, സന്തോഷത്തൊക്കെ വിളിക്കണേ. ഇഹത്തിലും പരത്തിലും പടച്ചോൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്താൽ അത് നമ്മൾക്ക് ഗുണാണ്. പക്ഷെ നമ്മുടെ അതിൽ പല പ്രശ്നം എന്താ വെച്ചാൽ, പ്രത്യക്ഷമായി നമ്മൾക്കത് വലിയ പ്രയാസകരമായിട്ടാ തോന്നുക എന്നുള്ളതാണ്.
ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ മുതിർന്നവർ പറയുന്ന വാക്ക് പോലെ, മാതാപിതാക്കളെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ പോലെ, അവർക്കത് നന്മയെ ആ വാക്കിൽ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് സ്വീകരിക്കാൻ കുട്ടികൾക്ക് ഒരു പ്രയാസീകരം. ഇതേപോലെ അള്ളാഹു പറയുന്ന വർത്തമാനങ്ങൾ ചിലപ്പോൾ നമ്മൾക്കത് ബുദ്ധിമുട്ടായി അനുഭവപ്പെടും, പക്ഷെ നമ്മൾ അതിൽ പെട്ടുപോകുന്നില്ല. അള്ളാഹ് ചോദിക്കുക, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഉദാരനായ നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ വിഷയം എന്താ? ആ വഞ്ചിച്ചു കളഞ്ഞ വിഷയം രണ്ടാമത്തെ ആളാണ്. നമ്മളെ ഉപദേശിക്കുന്ന രണ്ടാമത്തെ ആൾ, നമ്മോട് കൽപ്പിക്കുന്നത് ശൈത്വാനാണ്. ആ ശൈത്വാന്റെ വാക്കുകൾക്ക് നമ്മുടെ ഇഹലോകവും പരലോകവും നമ്മൾക്ക് നഷ്ടാവും. പക്ഷെ ശൈത്വാന്റെ പ്രത്യേകത ഉണ്ട്. ആ ശൈത്വാന്റെ പ്രത്യേകത, ഫസയ്യന ലഹുമു ശൈത്വാന അഅമാലഹും, പിശാച് അവന്റെ കർമ്മങ്ങൾ നമ്മൾക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിപ്പിക്കും, രസകരമായി തോന്നിപ്പിക്കും. ഫഹുവ വലിയ്യുഹും അലീം, അല്ലാഹ് പറയാ, ഇന്ന് അവരെ മിത്ര പിശാചാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഭയങ്കര കളറാക്കി തോന്നിപ്പിച്ചു തരും, ഭയങ്കര ത്രില്ലാക്കി തോന്നിപ്പിക്കും, ഭയങ്കര ആത്യന്തികമായിട്ട് പക്ഷെ ഷർറായിരിക്കുന്ന ബോധ്യം നമ്മൾക്ക് ഉണ്ടാകലാണ്. അള്ളാഹുവിന്റെ കൽപ്പന അത് രണ്ട് ലോകത്തും നമ്മൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രത്യക്ഷമായി നമ്മൾക്കത് പ്രയാസകരമായിട്ട് അനുഭവപ്പെടുന്നു മാത്രം. ഒരു സമയത്ത് ചാടണ്ടെന്ന് പടച്ചോൻ പറഞ്ഞാൽ എന്താ ചാടിയാൻ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ചിലത് കാണണ്ടെന്ന് പറഞ്ഞാൽ എന്താ കണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ചിലത് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഉപയോഗിച്ചൊക്കെ എന്താ പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മനോഹരമായി സ്വീകരിച്ചാൽ അള്ളാഹു ഇതിന് മുഴുവൻ ഇഹത്തിലും പരത്തിലും നമ്മൾക്ക് പ്രതിഫലം തരും. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകും, അള്ളാഹ് എന്നെ വിളിച്ച സന്തോഷത്തിലേക്കായിരുന്നു, സമാധാനത്തിലേക്കായിരുന്നു. അത് മരിക്കാൻ നേരത്തെ മലക്കൾ വന്നിട്ട് പറയും, കബറിലെ മലക്കൾ വന്നിട്ട് പറയും, പരലോകത്ത് സ്വർഗത്തൊക്കെ എത്തുമ്പോ പടച്ചോനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവും. പക്ഷെ അപ്പുറത്ത് പിശാച് നമ്മോട് പറയും, ചാടാ ചാട്, ഭയങ്കര ഹരാടാ, രസാടാ, ഇതില്ലാതൊക്കെ എന്ത് ജീവിതാടാ എന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ടാവും. എന്താ ഡാൻസ് ചെയ്താൽ കുഴപ്പം, അതൊരു ഹരല്ലേ? എന്താ തിയേറ്ററിൽ പോയാൽ കുഴപ്പം, അത് രസല്ലേ? എന്താ അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആഘോഷങ്ങളിലും പടച്ചോന് സമാനമായ ദൈവങ്ങളും പടച്ചോന് സമാനമായ മക്കളും ഒക്കെ ഉണ്ട് എന്ന വ്യത്യസ്തമായ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ ഓരോ ഭക്ഷണം കഴിച്ച എന്താ അത്ര പ്രശ്നം? എന്റെ മുടിയൊന്ന് കണ്ടാൽ, എന്റെ കഴുത്ത് കണ്ടാൽ, എന്റെ കൈ, എന്റെ മുട്ടും കൈൻ്റെ അടിയിലാണ് കൈ കണ്ടാൽ അങ്ങനെ ദീനിട്ട് പോകുകയാണെങ്കിൽ പോട്ടെ എന്ന വർത്തമാനങ്ങൾ പറയാൻ, അത് രസമായി തോന്നിപ്പിക്കാൻ, ഹിജാബില്ലാത്ത കോല രസട്ടോ എന്ന് പറയാനും കമന്റ് അടിക്കാനും കുറെ മനുഷ്യന്മാരുണ്ടാവും. എന്താ ലഹരി ഉപയോഗിച്ച അത് കുറച്ചേ നിർത്തൂലേ എന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ പ്രിയരെ, അതിഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിശുദ്ധ ഖുർആന്റെ ആയത്ത് എന്താ അറിയോ? നാളെ പരലോകത്ത് പിശാച് വരും, ഈ മനുഷ്യന്മാരെ സ്വർഗത്തുക്കും നരകത്തുക്കും മാറ്റും. പിശാച് വന്നിട്ട് പറയും, വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംർ, വിധി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിശാച് വന്നിട്ട് പറയും, ഇന്നല്ലാഹ വഅദകും, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു, വഅദൽ ഹഖ്, ഒരു യഥാർത്ഥമായ സത്യത്തിന്റെ വാഗ്ദാനം. പിശാച് പറയുന്ന വർത്തമാന പ്രിയരെ, വഅദ്തുക്കും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിനു. ഇതൊക്കെ മാറ്റിട്ടോ, നിർത്തും, ഇതൊക്കെ നന്നാകാം, അപ്പൊ തന്നെ പിന്നെ ശരിയാവും ഒക്കെ പറഞ്ഞിനു. പക്ഷേ ഫഖലഫ്തുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ലംഘിച്ചു. ആര് പറയും? പിശാച് പറയും. ഒരാളൊപ്പം ഉണ്ടാവില്ല, ഒരാൾ കൂടെ ഉണ്ടാവും. അടുത്ത വാക്ക് എന്താ അറിയോ? വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅഉതുക്കും, എനിക്ക് നിങ്ങളെ മേലെ യാതൊരു അധികാരം ഉണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിച്ചു, ചെയ്തോന്ന് പറഞ്ഞു, കണ്ടോന്ന് പറഞ്ഞു, ഉപയോഗിച്ചോന്ന് പറഞ്ഞു, ഫസ്തജബ്തും ലി, നിങ്ങളെനിക്ക് മറുപടി ഒന്നും ഞാനല്ല. പിശാച് എന്നിട്ട് പറയും, ഫലാ തലൂമൂനി, നിങ്ങൾ ഇന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, വലൂമു അൻഫുസകും, നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. വമാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖിയ്യ, എനിക്ക് നിങ്ങളെ സഹായിക്കാനാകൂല, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാകൂല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, മുമ്പ് നിങ്ങൾ എന്നെ പങ്കാളിയാക്കിയിരുന്നതിന് ഞാൻ നിഷേധിച്ചിരിക്കുന്നു പിശാച് പറയും. ആരും ഒപ്പുണ്ടാവില്ല പ്രിയരെ, അതിഗൗരവമായിട്ട് ആലോചിക്കണ്ടേ. ഇന്ന ളാലിമീന ലഹും അദാബുൻ അലീം, അക്രമകാരികളായ ആളുകൾക്ക് നാളെ കഠിനമായ വേദനയേറിയ ശിക്ഷ പടച്ചോൻ തരും. ഈ ദുനിയാവിന്റെ പളവളപ്പുകളിൽ നമ്മൾക്ക് രസം തോന്നും, വൈബ് തോന്നും, കുറെ ആനന്ദങ്ങൾ തോന്നും. പക്ഷെ ഈ വൈബുകൾ എത്ര കാലം നീണ്ടു നിൽക്കും? ഒരു ലഹരി നമ്മൾക്ക് എത്ര സമയത്ത് സന്തോഷം തരും? ഒരു തോന്നിവാസ വീഡിയോകൾ എത്ര സമയത്ത് സന്തോഷം തരും? വ്യഭിചാരം എത്ര സമാധാനം തരും? ഒന്നുമില്ല, കുറഞ്ഞ സമയം. നിങ്ങൾക്ക് എന്നെ രസാക്കി തോന്നിച്ചു തരും.
ആ രസങ്ങൾക്കപ്പുറം വലിയ വേദനകൾ നമ്മളെ കാത്തിരിക്കും. അല്ലാഹു പറയാ യഇദുഹും വയുമന്നീഹിം, അവൻ നിങ്ങൾക്ക് വാഗ്ദാനം തരും, നിങ്ങളെ ഇങ്ങനെ മോഹിപ്പിക്കും. എന്നിട്ടോ വമാ യഇദുഹുമു ശൈത്വാനു ഇല്ലാ ഉറൂറ, പിശാച് അവർക്ക് നൽകുന്ന വാഗ്ദാനം വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും അവന്റെ പ്രവാചകനും വിശ്വാസികൾക്കുമാണ് പ്രതാപമുള്ളത്, മഹത്വമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾക്ക് ഇഷ്ടമുണ്ടാകണം, അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾക്ക് ഇഷ്ടമുണ്ടാകണം, ആ അള്ളാഹുവിന്റെ അധ്യാപനങ്ങളോട്, കൽപ്പനകളോട്, ആ നിരോധനങ്ങളോട് ഇഷ്ടമുണ്ടാകണം, ആ ചെയ്യാൻ പറഞ്ഞ കൽപ്പനയോട് ഇഷ്ടമുണ്ടാകണം. ശൈത്വാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് മുഴുവൻ ശൈത്വാൻ പടച്ചോന് കൊടുത്തൊരു കരാറിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ശൈത്വാൻ പടച്ചോനുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ട്, ആ എഗ്രിമെന്റ് എന്താ അറിയോ? ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നിന്റെ നേരായ പാതയിൽ മനുഷ്യന്മാര് പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും, ഞാൻ അവിടെ ഇരിക്കും റബ്ബേ എന്ന് പിശാചിന്റെ വാക്ക. മറ്റൊരായത്ത് കാണാം, ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീല, ചുരുക്കം പേരൊഴിച്ച് ബാക്കിയുള്ളോലെ മുഴുവൻ ഞാൻ പഴപ്പിക്കുന്ന പിശാച് പറഞ്ഞ വാക്ക. ആ പിശാച് അത് പൂർത്തീകരിക്കാനേ നമ്മളിങ്ങനെ ചൂണ്ടൽ മെര കോർത്ത് മീൻ പിടിക്കുന്നത് പോലെ ഈ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്മാരെ, പിഞ്ചു മക്കൾ അവരെ വലയിലേക്ക് കൂട്ടിയെടുക്കുന്നത് പോലെ ഇവിടെ കുറെ തോന്നിവാസികൾ ഇവിടെ കുറെ പെൺകുട്ടികളെ വലയിലാക്കാൻ വേണ്ടി മധുരമായ സംസാരങ്ങളും ഫോട്ടോകളും വീഡിയോകളും പറഞ്ഞ് വശീകരിച്ചെടുക്കുന്നത് പോലെ പിശാച് നമ്മളെ വഞ്ചിക്കാണ് പ്രിയരെ. പിശാച് നമ്മളെ വഞ്ചിക്കണം. ആരും കൂടെ ഉണ്ടാവില്ല. ഭാവിയിൽ നന്നാകാ, പിന്നെ നന്നാകാ, കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയാവും, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പിശാച് പറയും. അല്ലാഹ് പറയും, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫലാ തഉറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, നിങ്ങൾ ഈ ദുനിയ വൈഹിക ലോകം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഉറന്നകും ബില്ലാഹിൽ ഉറൂർ, പരമവഞ്ചകനായ പിശാചും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഗൗരവമായിട്ട് ആ വിഷയത്തെ ഒന്ന് ഉൾക്കൊള്ളാൻ, പിശാചിന്റെ അടിമയാണോ ഞാൻ, പടച്ച റബ്ബിന്റെ ഉദാഹരണമായ ദാസനാണോ ഞാൻ എന്ന് സ്വയം നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച്, നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ച്, ഗൗരവമായി നമ്മുടെ ആരാധനയെ കുറിച്ചൊന്ന് പരിശോധിച്ച്, 5:45 സുബഹി പോലും നമ്മൾക്ക് ഇപ്പോഴും കിട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം വലിയ പരാജയത്തിലാണ്, ആത്മീയമായ തോൽവിയിലാണ് നമ്മളുള്ളതെന്ന് ഗൗരവത്തിലൊന്ന് ആലോചിച്ചുകൊണ്ട് സ്വന്തത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തുക. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.